നിങ്ങളുടെ ജീവിതം എത്ര വലിയ പരാജയത്തിലാണെങ്കിലും എത്ര വലിയ ദാരിദ്ര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് ആ ദൈവിക അഭിവൃദ്ധിയിൽ എത്തുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അന്വേഷിപ്പീൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവീൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തങ്ങളുടെ ജീവിതത്തിൽ ദൈവം അഭിവൃദ്ധി തരണം എന്നുള്ളത്. എത്ര ശ്രമിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയാത്ത ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലരെ ദൈവം ദൈവിക അഭിവൃദ്ധി കൊണ്ട് നിറച്ച അനുഭവങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് അഭിവൃദ്ധി പ്രാപിക്കാത്തത്? അഭിവൃദ്ധി പ്രാപിക്കാൻ എന്താണ് തടസ്സം? ഇതൊക്കെ മനുഷ്യ മനസ്സുകളിൽ വരുന്ന ചിന്തകളിൽ ഒന്നാണ്. അതിനൊരു മറുപടിയാണ് ഇന്നത്തെ സന്ദേശം. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 26-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. ഇത് ഉസിയാവ് എന്ന് പറയുന്ന രാജാവിനെ കുറിച്ചാണ് ഈ ഭാഗത്ത് പഠിക്കുവാൻ കഴിയുന്നത്. തന്റെ 16-ാമത്തെ വയസ്സിൽ താൻ രാജ്യഭാരം ഏറ്റെടുക്കുമ്പോൾ അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം അവന്റെ ജീവിതം ദൈവം അഭിവൃദ്ധി കൊണ്ട് നിറച്ചു. വിശുദ്ധ വേദപുസ്തകത്തില് സങ്കീർത്തന പുസ്തകത്തിലൊരു വാക്യമുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. അപ്പൊ ഓരോ മനുഷ്യരെയും ദൈവം നോക്കുകയാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന ആരുണ്ട്. നിങ്ങളുടെ ജീവിതം എത്ര വലിയ പരാജയത്തിലാണെങ്കിലും എത്ര വലിയ ദാരിദ്ര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് ആ ദൈവിക അഭിവൃദ്ധിയിൽ എത്തുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അന്വേഷിപ്പീൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവീൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. ഈ ദിവസങ്ങളിൽ ദൈവത്തെ അന്വേഷിക്കാം. ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ ജീവിതത്തിന്റെ അരാജകത്വം മാറ്റണമെന്നും നിന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യാവസ്ഥ മാറണമെന്നും നിന്റെ കുടുംബത്തിനകത്ത് ഒരു ദൈവിക അഭിവൃദ്ധി വാസം ചെയ്യിക്കണമെന്നും കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പദ്ധതി നിങ്ങളെ അറിയിക്കുന്നതാണ് ഇന്നത്തെ ഈ മെസ്സേജിലൂടെ പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്നു. സ്നേഹിത, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി നീ കൊതിക്കുന്നുണ്ടോ? ഈ അവസ്ഥയൊന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഒറ്റ വഴി, ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തോട് അടുക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. എത്ര കാലം നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നോ, എത്ര കാലം ദൈവത്തോട് അടുക്കം നിൽക്കുന്നോ, അത്രയും കാലം നിനക്ക് അഭിവൃദ്ധിയാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ, കർത്താവിനോട് അടുത്ത് നിൽക്കുവാൻ ഒക്കെയുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തരട്ടെ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണം. ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തോട് ചേർന്ന് ദൈവിക പദ്ധതിക്ക് അകത്തേക്ക് പ്രവേശിക്കുവാൻ നിന്റെ മക്കൾക്ക് കൃപ കൊടുക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിന്നെ വലിയ അഭിവൃദ്ധി കൊണ്ട് നിറയ്ക്കും. ഗോഡ് ബ്ലെസ് യു.